ഹായ് ഓൾ, ACUR എക്സാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ആദ്യത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ലോ എന്താണ്, ലോയുടെ മീനിങ് എന്താണ്, അതുപോലെ തന്നെ ലോയുടെ ഡെഫിനിഷൻ എന്താണ്, അതുപോലെ തന്നെ വാട്ട് ഈസ് ബിസിനസ് ലോയുടെ മീനിങ്, ഡെഫിനിഷൻ, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിയമങ്ങളെയാണ് ലോ എന്ന് പറയുന്നത്. Law simply means those rules and principles which regulate our relation with other individuals as well as the state. Law is the system by which society is regulated. അപ്പം ലോ എന്ന് പറഞ്ഞാൽ കുറേ റൂൾസും റെഗുലേഷൻസും അതുപോലെ തന്നെ കുറേ പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് വിച്ച് റെഗുലേറ്റ്സ് അവർ റിലേഷൻ വിത്ത് അതർ ഇൻഡിവിജ്വൽസ് ആസ് വെൽ ആസ് ദ സ്റ്റേറ്റ്. അത് നമ്മൾ മറ്റുള്ളവരുമായിട്ടും അതുപോലെ തന്നെ സ്റ്റേറ്റുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറേ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ് ലോ എന്ന് പറയുന്നത്. ആൻഡ് ലോ ഈസ് എ സിസ്റ്റം ബൈ വിച്ച് സൊസൈറ്റി ഈസ് റെഗുലേറ്റഡ്. ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സമൂഹത്തെ റെഗുലേറ്റ് ചെയ്യുന്നത് കുറേ ടൈപ്പ് ഓഫ് ലോസ് ആണ് അല്ലെങ്കിൽ നിയമങ്ങളിലൂടെയാണ് ഒരു സൊസൈറ്റി റെഗുലേറ്റ് ചെയ്തു പോകുന്നത്. ഇനി ലോയുടെ ഒരു ഡെഫിനിഷൻ പറയാനായിട്ടാണെങ്കിൽ ക്ലോസ് 3 ഓഫ് ആർട്ടിക്കിൾ 13 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻസ് ലോ ആസ് the law which includes any ordinance, order, bylaws, rule, regulations, notifications, custom or usage having the force of law. നിയമത്തിൻ്റെ ഒരു അധികാരമുള്ള എന്ത് കാര്യത്തിനും നിയമത്തിൻ്റെ ഒരു പരിധിയിൽ വരുന്ന ഓർഡിനൻസ് ആവട്ടെ, ഓർഡർ, ബൈലോസ്, റൂൾസ്, റെഗുലേഷൻസ്, നോട്ടിഫിക്കേഷൻസ്, ഇതിനെല്ലാം കൂടെ ലോ എന്നാണ് പറയുന്നത്. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ഡിഫൈൻ ചെയ്ത ലോയുടെ ഒരു ഡെഫിനിഷനാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ഒരു പോയിൻറ്റും കൂടെ അതോടെ ആഡ് ചെയ്ത് പറയുന്നുണ്ട്, ആൻ അമെൻമെൻറ്റ് ടു ആൻ എക്സിസ്റ്റിംഗ് ലോ ഈസ് ഓൾസോ ലോ. അമെൻമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി ഒരു നിയമം ഉണ്ടാക്കി വെച്ചു, ദെൻ കാലക്രമേണ ചിലപ്പോൾ അതിൽ ചേഞ്ചസ് ഒക്കെ വരാം. സോ അങ്ങനെ അമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ലോ തന്നെയാണ്. ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിലും അത് പുതിയൊരു നിയമമായിട്ടാണ് വരുന്നത്. സോ ഇതാണ് ലോയുടെ ഒരു ഡെഫിനിഷനായിട്ട് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബിസിനസ് ലോ എന്താണെന്നുള്ളതാണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ബിസിനസ് ലോ ആണ്. സോ ബിസിനസ് ലോ വിച്ച് ഈസ് അതർവൈസ് നോൺ ആസ് മെർക്കൻറ്റൈൽ ഓർ കൊമേഴ്ഷ്യൽ ലോ ഈസ് പാർട്ട് ഓഫ് സിവിൽ ലോ. സിവിൽ ലോയുടെ പാർട്ടായിട്ട് വരുന്നതാണ് ഈ ബിസിനസ് ലോ എന്ന് പറയുന്നത്. ബിസിനസ് ലോയിനെ മറ്റ് 2 പേരുകളിൽ കൂടി അറിയപ്പെടും. ദാറ്റ് ഈസ് മെർക്കൻറ്റൈൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ലോ എന്ന് പറയുന്നതും ബിസിനസ് ലോ തന്നെയാണ്. ബിസിനസ് ലോ ഗവേൺസ് ആൻഡ് റെഗുലേറ്റ്സ് ദ ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ഓഫ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. ബിസിനസ് ലോ എന്ന് പറയുന്നത്, ബിസിനസ് ലോ റെഗുലേറ്റ് ചെയ്യുന്നത് ട്രേഡ്, അതുപോലെ തന്നെ ഓക്സിലറീസ് ഓഫ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ബിസിനസ് ലോ എന്ന് പറയുന്നത്. ഇനി ഓക്സിലറീസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഫിനാൻസ്, വെയർ ഹൗസിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെയാണ് ഓക്സിലറീസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. സോ ഒരു ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഗവേൺ ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന ലോയിനെയാണ് ബിസിനസ് ലോ എന്ന് പറയുന്നത്. സോ ബിസിനസ് ലോയുടെ ഡെഫിനിഷൻ പറയാനാണെങ്കിൽ അക്കോർഡിംഗ് ടു സ്ലേറ്റർ, the business law or mercantile law is generally used to denote that portion of the law which deals with rights and obligations arising out of transaction between mercantile persons. 2 കച്ചവടക്കാർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നിയമങ്ങളെ അല്ലെങ്കിൽ ലോയിനെയാണ് മെർക്കൻറ്റൈൽ ലോ അല്ലെങ്കിൽ ബിസിനസ് ലോ എന്ന് പറയുന്നത്. സോ ഇതാണ് ബിസിനസ് ലോയുടെ ഒരു ഡെഫിനിഷൻ. സോ ഞാനിവിടെ ജസ്റ്റ് ആ ഒരു ബിസിനസ് ലോയുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. ജസ്റ്റ് എന്താണ് ലോ എന്താണ്, അതുപോലെ തന്നെ ബിസിനസ് ലോ എന്താണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ കോൺട്രാക്റ്റ് ആക്ട് ഒക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. കോൺട്രാക്റ്റ് ആക്ട്, അതുപോലെ തന്നെ എന്താണ് കോൺട്രാക്റ്റ്, എഗ്രിമെൻറ്റ് തുടങ്ങിയ നമ്മുടെ സബ്ജക്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഏരിയാസിലോട്ടുള്ള വീഡിയോസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ കൂടുതൽ വീഡിയോസിനും അപ്ഡേറ്റ്സിനുമായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്